ഹലോ SSLC മക്കളെ, അപ്പം നിങ്ങളെല്ലാവരും ഫസ്റ്റ് ലാംഗ്വേജിൻ്റെ പരീക്ഷ അടിപൊളിയായിട്ട് എഴുതി വിചാരിക്കുന്നു. അത് അടിപൊളിയായിട്ട് പോയെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ട് നിങ്ങൾ അടിപൊളിയായിട്ട് പരീക്ഷ എഴുതിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അടിപൊളിയായി പോയി, എങ്ങനെ പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് നേരിടാനുള്ള നമ്മുടെ ഇംഗ്ലീഷ് പരീക്ഷയാണ്. പക്ഷെ അതിന് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരില്ല. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് 4 ദിവസം, ഇന്നടക്കം നമുക്ക് തിങ്കളാഴ്ച പരീക്ഷയുള്ളപ്പോൾ 4 ദിവസം നമുക്ക് പഠിക്കാനുണ്ട്. മാത്രമല്ല ആ 4 ദിവസം ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. നിങ്ങളുടെ കൂടെ ഓരോ ദിവസവും നിങ്ങളെ ഇംഗ്ലീഷിന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് പരീക്ഷ ഫുൾ മാർക്കിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. സോ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മക്കളെ, അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് എക്സാമിന് എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് എക്സാമിനർ ചെയ്തു തരാമെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ ടൈം ടേബിളിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പം നമ്മുടെ ലൈവ് ക്ലാസ് ടൈം ടേബിൾ ഇനിയുള്ള ദിവസങ്ങൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്. ഇതൊക്കെ ലൈവ് ക്ലാസ്സിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് തേഴ്സ്ഡേ വൈകുന്നേരം കൃത്യം 7:30 എല്ലാ പോയംസിൻ്റെയും ലൈവ് ക്ലാസ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തോടെ നമ്മൾ എല്ലാവർക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് ഈ പോയട്രി അഥവാ പോയംസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാ പോയംസും ഇന്ന് എന്ത് ചെയ്യും, നമ്മുടെ അലൻ സാർ വരും. നല്ല എല്ലാ പോയിംസും കൃത്യമായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ തരം അനാലിസിസും എല്ലാ തരം എക്സ്പ്ലനേഷനും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഈ വൈകുന്നേരം 7:30 ക്ലാസ് നിങ്ങൾ മിസ് ചെയ്യരുത്. മാത്രമല്ല ഇന്ന് വൈകുന്നേരം അലൻ സാറും ഞാനും കൂടെ ഒരു ഗിറ്റാർ പെർഫോമൻസ് ഉണ്ടാവും. പക്ഷേ ഇന്നൊരു പ്രത്യേക രീതിയിലായിരിക്കും. സാധാരണ നമ്മൾ വായിക്കുന്ന ഇതിന് പാട്ടൊന്നും ആയിരിക്കില്ല വായിക്കാം, ഒരു പ്രത്യേക ഒരു സർപ്രൈസ് ആയിരിക്കും. സോ അതും അതിൻ്റെ ക്ലാസ്സിൻ്റെ ഇടയിൽ നടക്കുന്നതായിരിക്കും. സോ നിങ്ങളെല്ലാവരും ഇന്ന് വൈകുന്നേരം ഈ 7:30 ലൈവ് മിസ് ചെയ്യാതെ നിർബന്ധമായിട്ട് വന്നിരിക്കണം. ഓക്കെ, എന്നിട്ട് നാളെ വൈകുന്നേരം 7:30 ഇതേപോലെ നാളെ വൈകുന്നേരം 7:30 എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ തീർക്കും. മറ്റന്നാൾ ശനിയാഴ്ച വൈകുന്നേരം 7:30 നമ്മൾ ഗ്രാമറും റൈറ്റിംഗും കൂടെ ഒറ്റ ലൈവിൽ നമ്മൾ ഫുൾ തീർക്കും. അതുകൂടാതെ നമ്മൾ ഞായറാഴ്ച പരീക്ഷ തലേന്ന് വൈകുന്നേരം 7:30 ഒന്നും കൂടി കൂടും. പിന്നെ നമ്മൾ ആ ലൈവിലായിരിക്കും മാരത്തോൺ ഉണ്ടാവുക. മാരത്തോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 3 ദിവസങ്ങളായിട്ട് പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് നമ്മളെല്ലാം കൂടി ഓർത്തെടുക്കും. അതുകൂടാതെ ടൈം മാനേജ്മെൻറ്റ്, പിന്നെ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഈ ഒരു ലൈവിലായിരിക്കും ഡിസ്കസ് ചെയ്യുക. പിന്നെ ഓബ്വിയസ്ലി മൺഡേ രാവിലെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് 6:30 ഫൈനൽ ബൂസ്റ്റർ ലൈവും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സംശയമില്ല, ഈ ലൈവുകൾ കൊണ്ട് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷ് പരീക്ഷയിൽ ഫുൾ മാർക്ക് നേടിയെടുക്കാൻ പറ്റും. പക്ഷേ ഈ ലൈവുകൾ നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്യണം. എങ്കിലും നിങ്ങൾക്ക് വേണ്ടി എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാൻ തരാൻ പോവാണ് വീഡിയോസിൻ്റെ രൂപത്തിൽ. അപ്പോൾ ഇതൊക്കെ വൈകുന്നേരമായിരിക്കും ഉണ്ടാവുക. ഇന്ന് വൈകിട്ട് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇതൊക്കെ വൈകുന്നേരമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സാർ രാവിലെ എന്തായിരിക്കും ഉണ്ടാവുക? രാവിലെ ലൈവ് ക്ലാസ് ആയിരിക്കില്ല. രാവിലെ നിങ്ങൾക്ക് കുറേ വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യും, ചെയ്തു തരും. അപ്പോൾ ഓരോ വീഡിയോയിലും എന്താ ഉണ്ടാവുക വെച്ചാൽ ഓരോ വീഡിയോയിലും ഓരോ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഗ്രാമറിൻ്റെ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഒരു വീഡിയോ ചിലപ്പോൾ ഫ്രേസൽ വേർബ്സിന് വേണ്ടിയിട്ടായിരിക്കും, ഒരു വീഡിയോ നൗൺ ഫ്രേസും വേർബ് ഫ്രേസും ഐഡൻറ്റിഫൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും, മറ്റൊരു വീഡിയോ റിപ്പോർട്ടഡ് സ്പീച്ച്, മറ്റൊരു വീഡിയോ കോൺവെർസേഷൻസ്. അങ്ങനെ നിങ്ങളുടെ ഗ്രാമർ പോർഷൻസ് എന്തൊക്കെയുണ്ടോ അതിന് ഓരോ പോർഷനും ഓരോ ടോപ്പിക്കിനും ഓരോരോ വീഡിയോ ആയിട്ട്. ആ വീഡിയോയിൽ എന്താണ് വെറുതെ ഇങ്ങനെ തിയറി മാത്രം പറയുകയല്ല ചെയ്യുക, നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അറിയേണ്ട തിയറിയും പിന്നെ ഇഷ്ടം പോലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ചിലത് ഹോംവർക്ക് ആയിട്ട് തരും, അല്ലാത്തത് നമ്മൾ ക്ലാസ്സിൽ കുറേ ചെയ്യും. മുൻ പരീക്ഷകളിൽ വന്ന ചോദ്യങ്ങളുണ്ടാവും, പരീക്ഷയിൽ ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുണ്ടാവും. അങ്ങനെ ഫുൾ ചോദ്യങ്ങൾ അതിൽ നമ്മൾ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും ഒരു ഗ്രാമർ സീരീസ് നിങ്ങൾക്ക് രാവിലെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് വൈകുന്നേരം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നാളെ രാവിലേക്കായിട്ട് നിങ്ങൾക്ക് ഇതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് ഡിസ്കോഴ്സ്, അതായത് നമ്മുടെ റൈറ്റിംഗ് സെക്ഷൻ, ലെറ്റർ റൈറ്റിംഗ്, ഡയറി എൻട്രി, പ്രൊഫൈൽ, സ്പീച്ച്, പല കാര്യങ്ങളുണ്ട്. അത് ഫുൾ നമ്മൾ കവർ ചെയ്യുന്ന വീഡിയോ സീരീസ് തന്നെ ഉണ്ടാവും. അപ്പോൾ ഓരോ വീഡിയോയിലും നമ്മൾ ഓരോ ടോപ്പിക് ആയിരിക്കും എടുക്കാം. ഇതുകൂടാതെ നമ്മുടെ ചാപ്റ്റേഴ്സ്, ഓരോ ചാപ്റ്റേഴ്സ് മാത്രമായിട്ട് പഠിക്കേണ്ടവർക്ക് ആ ചാപ്റ്റേഴ്സും, അതുപോലെ പോയംസും മാത്രമായിട്ട് പഠിക്കേണ്ടവർക്ക് അവരുടെ പോയംസും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓരോരോ വീഡിയോ ആയിട്ട് നമ്മുടെ ഈ 4 ദിവസങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വീഡിയോ വഴി കിട്ടാൻ പോകുന്നത്. അതൊക്കെയാണ് നിങ്ങൾ രാവിലെ ഇരുന്ന് കാണേണ്ടത്. എന്നിട്ട് ഒബ്വിയസ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളത് കാണുക. അതിൻ്റെ ഇപ്പോൾ ഹോംവർക്ക് ചോദ്യങ്ങളൊക്കെ ഉണ്ട്, അതിന് ഹോംവർക്കൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ളവർ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നതൊക്കെ നോക്കുക. എന്നിട്ട് അതിൽ നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ നിങ്ങൾ ഒബ്വിയസ്ലി നിങ്ങളുടെ രീതിയിൽ റിവൈസ് ചെയ്യുക. എന്നിട്ട് രാവിലെ നിങ്ങൾ ഇതൊക്കെ കണ്ട് നിങ്ങളുടെ രീതിയിൽ റിവൈസ് ഒക്കെ ചെയ്ത് നിങ്ങൾ ചാപ്റ്ററൊക്കെ ഒന്ന് വായിച്ച് വൈകുന്നേരം എല്ലാ ദിവസവും കൃത്യം 7:30 നമ്മുടെ ലൈവിൽ വന്നിരുന്ന് ഇങ്ങനെ 4 ദിവസം നിങ്ങൾ കൃത്യമായിട്ട് രാവിലെ നമ്മൾ വീഡിയോസ് കണ്ട് പിന്നെ നിങ്ങളുടെ രീതിയിൽ നിങ്ങളുടെ നോട്ട്സൊക്കെ ഉപയോഗിച്ച് റിവൈസ് ചെയ്യുക. അതൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് റിവൈസ് ചെയ്ത് വൈകുന്നേരം 7:30 ലൈവിൽ പങ്കെടുത്ത് ഓരോ കാര്യങ്ങൾ തീർത്ത് ഈ 4 ദിവസം നിങ്ങൾ ഈ രീതിയിൽ പഠിച്ചാൽ ഒരു സംശയമില്ല, നിങ്ങളുടെ ഇംഗ്ലീഷ് പരീക്ഷയിൽ A+ അല്ല ഫുൾ മാർക്കായിരിക്കും നിങ്ങൾ ഉറപ്പാക്കാൻ പോകുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ലൈവിൻ്റെ കാര്യം മറക്കണ്ട. ഇന്നത്തെ വൈകുന്നേരത്തെ ലൈവിൻ്റെ ഈ ഫസ്റ്റ് ലൈവിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ആ ലിങ്കിൽ ഞെക്കിയിട്ട്
അത് ലൈക്ക് ചെയ്യുക, ആ ലിങ്ക് ഞെക്കിയിട്ട് ആ വീഡിയോ ലൈക്ക് ചെയ്യുക, ലൈവ് ലൈക്ക് ചെയ്യുക. ഓൾസോ അതിൽ നോട്ടിഫൈ മീ എന്നും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വെക്കുക. കാരണം ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിട്ടില്ല. കാരണം നമ്മൾ പറഞ്ഞ പോലെ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, യൂട്യൂബ് നോട്ടിഫിക്കേഷൻ തരില്ല. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ എല്ലാ ലൈവും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്ത് വെക്കുക. ഇന്നത്തെ വൈകുന്നേരത്തെ ലൈവ് ലൈക്ക് ചെയ്ത് വെക്കുക. നോട്ടിഫൈ മീ അഥവാ റിമൈൻഡ് മീ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് വെക്കുക. ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യണം, ഈ നോട്ടിഫിക്കേഷൻ ഇനിയുള്ള ദിവസങ്ങൾ വരാതിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ നമ്മുടെ എക്സാമിനറിൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ വേഗം തന്നെ ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ലൈവും അതുപോലെ വീഡിയോസൊക്കെ മിസ്സായി പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ത്രൂ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. സോ അതിൽ ജോയിൻ ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യണം. ഓക്കെ, ഇനി നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, സാർ ഇംഗ്ലീഷ് പരീക്ഷയിൽ എന്തൊക്കെയാണ് വരിക, ഇപ്പോൾ ഗ്രാമർ, ഇത് ചാപ്റ്റർ, പോയംസ്, ഡിസ്കോഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ വീഡിയോ, ഈ തംബ്നെയിലുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം പറയുന്നുണ്ട്. കാണാത്തവരെന്ത് ചെയ്യുക, അത് കാണാം. അതിൻ്റെ ലിങ്കും എന്താണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ചാപ്റ്റേഴ്സിൽ നിന്ന് എത്ര മാർക്സ് കൃത്യമായിട്ട് പരീക്ഷയിൽ വരും, ഡിസ്കോഴ്സിൽ നിന്ന് എത്ര മാർക്സ് വരും, ഗ്രാമറിൽ നിന്ന് എത്ര വരും, കൃത്യമായിട്ട് അതിൽ അനാലിസിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു നല്ലൊരു ധാരണ കിട്ടുന്നതായിരിക്കും. പക്ഷേ ചുരുക്കത്തിൽ പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതിൽ തന്നെ ചാപ്റ്റേഴ്സ് അറിയാണ്ട് നിങ്ങൾ ഡിസ്കോഴ്സ്, അത് ഫോർ എക്സാമ്പിൾ നരേറ്റീവ്, പിന്നെ പാരഗ്രാഫ് റൈറ്റിങ്ങും, ഈ ചാപ്റ്ററുകൾ വായിക്കാതെ നിങ്ങൾക്ക് അത് ഒരിക്കലും എഴുതാൻ പറ്റില്ല. ലെറ്റർ റൈറ്റിംഗ് ഒക്കെ ചാപ്റ്റർ ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ തീർച്ചയായും ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, ഡിസ്കോഴ്സുകളുടെ ഫോർമാറ്റ് അറിയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, ഗ്രാമറും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് കൺവിൻസ്ഡ് ആവണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും കാണാം. ഇനി നിങ്ങൾ ആകെ ചെയ്യേണ്ട, ഞാൻ പറഞ്ഞ പോലെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഇന്ന് വൈകുന്നേരത്തെ ലൈവിൻ്റെ ലിങ്ക് ഞെക്കിയിട്ട് ലൈക്ക് ചെയ്യുക. ഓൾസോ നോട്ടിഫൈ മീ കൂടി ആക്കി വെക്കുക. വൈകുന്നേരം 7:30 കയറി വരിക. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ചെയ്യുക. ഇത്ര നിങ്ങൾ ചെയ്താൽ നമ്മൾ ഇംഗ്ലീഷ് എക്സാമിന് ഫുൾ മാർക്ക് തന്നെ വാങ്ങും. ആ ഫുൾ മാർക്ക് വാങ്ങാൻ പോകുന്നവർ എല്ലാവരും തന്നെ താഴെ കമൻറ്റ് ചെയ്യുക. ഒരു മടിയില്ലാണ്ട് കമൻറ്റ് ചെയ്യണം, സാർ ഞാൻ ഫുൾ മാർക്ക് വാങ്ങും. അത്രയേ ഉള്ളൂ.